അല്ല ഞാൻ വിചാരിച്ചു ഈ ക്ലീറ്റോ പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഓഫീസിൽ കയറാൻ പറ്റുമെന്നാണ്. നമ്മുടെ ജോലിയല്ലേ പ്രധാനം, അത് സബ്ബായിട്ട് രാഷ്ട്രീയം. അത് മതി, അതാണ് ജോലി ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം. ഇത്ര മൈദ വെച്ചിട്ട് എങ്ങനെ ഇടയെ ഒട്ടിക്കണം? എന്റെ അളിയ മൈദക്കൊക്കെ ഭയങ്കര വില, അതുകൊണ്ടാണ് 1 കിലോ മേടിച്ചത്. 2 കിലോയുടെ പൈസയല്ലേ ഞാൻ തന്നത്. അതുകൊണ്ടല്ലേ ഓട്ടോറിക്ഷ പോയത്. നടന്നു പോകരുത്, ഓട്ടോറിക്ഷയിലേ പോവാവൂ. പിന്നെ മൈദ ഉണ്ടോ? പോസ്റ്റർ ഉണ്ടാക്കാൻ പോയമാർ എവിടെ എവിടെ? നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് പോസ്റ്റർ വാങ്ങാൻ പോയാൽ കിടക്കുന്ന നീ അവനെ പറഞ്ഞു വിട്ടുന്നതാണ്. എന്റെ അളിയ ഞാൻ പോസ്റ്റർ വാങ്ങിക്കാൻ പോയി ഈ മൈദ ആര് കലക്കും? നീ കളിക്കരുത്. എന്റെ ചൂടുവെള്ളം ക്ലീറ്റോ, ഇത് ഞാൻ കുഴച്ച് വെക്കാം. ക്ലീറ്റോ, റേഷൻ കടയിൽ ഒന്ന് പോയിട്ട് ക്ലീറ്റോ. റേഷൻ കടയിലാ? ഞാനാ? നിനക്ക് എന്ത് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വളരെ ഗൗരവമായ ഒരു കാര്യം ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ റേഷൻ കടയിൽ പോകാൻ പോലും നീ വേണേ പോകാൻ നോക്ക്. നീ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വരും, അപ്പോഴേ ഞാൻ പറയുള്ളൂ കേട്ടോ. ബാക്കി കുറച്ച് കഷ്ടമാണ് കേട്ടോടെ. അത് തന്നെ പറഞ്ഞു, ഇത് കുറെ കഷ്ടമാണ്. ഞാൻ ഇവിടെ പറഞ്ഞതാ കഷ്ടം, നിന്നെ അല്ല. എല്ലാം ഏറ്റുപിടിച്ചോ. മൈദ കലക്കി കുറച്ച് വായിലോട്ട് വെക്കും, അപ്പൊ അത് വാ തുറക്കാതിരിക്കുമല്ലോ. ചെവിയിലും വെക്കണുണ്ടോ? ചെവിയിലും കൂടെ വെക്കി. അങ്ങനെയല്ലേ നിന്റെ തൊണ്ട ഉള്ള തുറക്കണത്. ഇവിടെ അവന്മാരെ വിളിക്കും, അവന്മാർ ഇത് വരാതെ ഇത് മാത്രം കലക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഈ പറഞ്ഞിടക്ക് ഇമാരി ഇത് എവിടെ പോയി കിടക്കും? ഓ റേഷൻ കടയില് മഴ വേണുണ്ട്. എന്ത് ചെയ്യാനാ? അവനെ പറഞ്ഞേക്കാൻ എവിടെ എത്തിയടേ? നേരെ കൊടകിലെടുക്കാൻ വേണ്ട, പശ കലക്കി വെച്ചിരിക്കുന്നത്. പോസ്റ്റ് കിട്ടിയോ? ഇവിടെ മൈദയും കലക്കി എത്ര നേരമായിട്ട് നിൽക്കുന്നറിയോ? പെട്ടെന്ന് വാ, പെട്ടെന്ന് വരാൻ പറയണേ. പെട്ടെന്ന് വാ. അല്ല അളിയ അമ്മാരുടെ ഗേറ്റിലെത്തി. എന്താടാ വീട്ടിൽ നിന്ന് അടിച്ച് വെളി ഇറക്കിയാ? കഞ്ഞിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നു. നീ നിന്റെ അവന്റെ പേരല്ലേ അല്ല ബക്കറ്റൊക്കെ ഇരിക്കുന്നു. തിരുവല്ലുണ്ടോ? ഉണ്ടെങ്കിൽ അരുണാചൽ പ്രദേശിലാണ് ഒരു ബോംബ് സ്ഫോടനോ ഉരുൾപൊട്ടലൊന്നും ഉണ്ടായി. അല്ലടാ, യുഗാണ്ടയിൽ ഒരുത്തന്റെ കക്കൂസ് ഇടിഞ്ഞ് താഴെ പോയി, അതിനു വേണ്ടിയുള്ള വിരിവാ കൂടുന്ന. ഇവ ഇതിനും പിരിക്കും, കക്കൂസ് ഇടിഞ്ഞാലും പിരിക്കും. അത് നമുക്കറിയാടാ നിന്റെ കാര്യം. എടാ, ഒരു രാഷ്ട്രീയ പ്രമുഖൻ അവന്റെ അണികളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു പിരിവെടുക്കാൻ ചെല്ലുമ്പോ അത് എച്ചി പിരിവാണെന്നുള്ള നിന്റെയൊക്കെ ആ ചിന്താഗതി ഉണ്ടല്ലോ, അത് ആദ്യം മാറണം. അളിയനായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്. അല്ല അല്ല പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രമുഖൻ, നല്ല രാഷ്ട്രീയ പാർട്ടി അവരെന്തെങ്കിലും ആവശ്യത്തിന് പിരിവെടുക്കുകയാണെങ്കിൽ ശരി. നീ എന്തിനാ എടുക്കണ അതിന്? ഇടേ, ഞങ്ങൾ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനായിട്ട് പിരിവെടുക്കുന്നുണ്ട്. ഇവിടെ ആശുപത്രി കിടക്കണവന് ചികിത്സയ്ക്ക്, വൃക്ക പോയവന് ചികിത്സയ്ക്കൊക്കെ ഞങ്ങൾ പിരിവെടുക്കുന്നുണ്ട്. ബക്കറ്റ് ബക്കറ്റ് കൊണ്ട് ഇറങ്ങൂടാ ഇങ്ങനെ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. എവിടെ പോയി കിടന്നടാ നീയൊക്കെ? ഇപ്പൊ കിട്ടിയതേ ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടോ. ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം. ഇത് ഞങ്ങൾ മതിൽ ഒട്ടിക്കുമ്പോ അറിഞ്ഞാൽ മതി എന്താണെന്ന്. അപ്പൊ ഇത് എവിടെയെന്നൊക്കെ വെച്ചാ കൊണ്ടുപോയി നല്ല രീതിയിൽ തേച്ചൊട്ടിക്കുന്നവരെ അത് ശരിയാണ്. ഈ ജില്ലയിൽ ഇവൻ തേക്കും പോലെ ഒരു തേപ്പ് ആരും തേക്കൂല. കലക്കി ആ വെള്ളം ഒഴിക്കുക കുറച്ചുകൂടെ. എന്താ നോക്കണ? എന്താ കുഴപ്പം? ആ ഇത് കൊള്ളാലോ. അളിയന്റെ പടം കിമ്പ് വേങ്കമല തങ്കപ്പൻ. പേര് മാറ്റിയാ ഇടതായിരിക്കുന്നു താഴെ ആള് സ്റ്റാമ്പ് സൈസില്. അപ്പൊ ആളുടെ പടം അല്ലേ ഇവിടെ വെക്കേണ്ടത്? ഇയാള് മരിച്ചോല്ലേ? ചരമവാർഷിക ആഘോഷമോ? ആഘോഷമല്ല, അനുസ്മരണമാണ് ഒരാൾ മരിച്ചു പോയാൽ നടത്തുന്നത്. അത് എന്തായാലും ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടേതായ നയങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇത് അനുസ്മരണമല്ല, ഞങ്ങൾക്ക് ഇത് ആഘോഷം തന്നെയാണ്. മരിക്കുമ്പോ നിങ്ങള് അനുസ്മരണം ആക്കിയാൽ മതി കേട്ടാ. നല്ല തേച്ചങ്ങോട്ട് യൂണിഫോം അല്ലേടേ? ഞാൻ യൂണിഫോം നീ കലക്കടേ. ഈ പട്ടികൾ ഇങ്ങനെ കുറച്ചോണ്ടേ ഇരിക്കും. അതിന് നമ്മൾ നോക്കാൻ നിന്നാ നടക്കൂല. നമ്മുടെ പാർട്ടിയുടെ രഹസ്യങ്ങള് രഹസ്യം പറയണ. രഹസ്യം പറയാം, പതുക്കെ പറയാ കേക്കാം. അല്ല ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ പാർട്ടിയുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞു തന്നെ? എന്തിനാടാ അവന്മാരത് കാണിച്ച? എല്ലാവരും കാണും. പിന്നെ എന്ത് രഹസ്യം? കൊണ്ടുപോയി ഒട്ടിക്കടാ. എടാ മൈദ എടുത്തോട്ട് പോടാ. കഴുതകള് കൊണ്ടുപോടേ. കർത്താവായ യവന്മാര് പറയണേന് ഒരു തെറ്റുമില്ല. ഇങ്ങനെ കുറെ മണ്ടന്മാരും ഞാനും കൂടെ വന്നു മണ്ടനായി പോവുക. Alien versus Alien.